പ്രതികളെ പരാതിക്കാരി വിളിച്ചു വരുത്തിയിട്ടാണോ നടപടി എടുക്കുക എന്നുള്ള ഞാൻ ചോദിച്ചു. അതല്ല, ഒരു പരാതി നമ്മൾ ചർച്ച, അതൊന്ന് എനിക്ക് പരാതി ഒന്നെങ്കിൽ ഞാൻ PR-ന്റെ നമ്പർ തരാം. ഇവിടുത്തെ സാധാരണ പോലീസുകാരൻ പോലും ഇല്ലാത്ത ഒരാളാണ്. എന്നെ വിളിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഇവിടുന്ന് എന്തിനാ വിളിച്ചത്? ഞാൻ പ്രതിയല്ല, ഞാൻ പരാതിക്കാരിയാണ്. നിങ്ങൾ പരാതിക്കാരിയാണ്. ഒരു പരാതി തന്നു കഴിഞ്ഞാല് നമുക്ക് ഒരാളെ മാത്രം വിളിച്ചിട്ട് സംസാരിക്കാൻ വരണ്ടേ? ഒറ്റ ചെറുപ്പിന് എനിക്ക് താല്പര്യമില്ല. തീർപ്പല്ല പറഞ്ഞു സംസാരിച്ച് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഒരു പെറ്റീഷൻ രജിസ്റ്റർ ഉണ്ട്, അതിൽ വെച്ച് സൈൻ ചെയ്തിട്ട് വേണം നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ. ആ പരാതി എന്താണ്? സ്ത്രീകളെ ആയിക്കോട്ടെ, എങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോണിൽ വിളിച്ച് ഇത്രയും നമുക്ക് സംസാരിക്കാം. ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പറയുന്നത് കേൾക്കോ? എപ്പോ വരാൻ പറ്റും? സെക്ഷൻ 154 CRPC സ്ത്രീകളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കുമെന്നുള്ള DGPയുടെ സർക്കുലർ അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരാതിക്കാരിയുടെ സ്വകാര്യത മാനിക്കാതെ ഭീഷണിപ്പെടുത്തി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്യുന്ന ഈ പോലീസുകാർ എന്ത് തരത്തിലുള്ള നിയമ നടപടിയുടെ ഭാഗമായാണ് പ്രതിയുടെ സമയത്തിനനുസരിച്ച് പരാതിക്കാരിയെ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പോലീസ് സ്റ്റേഷനാണ് ഇതൊരു ശരിയും നടക്കുന്ന പുറത്തുവിടുന്നുള്ള ഭീഷണി മുഴക്കിയതായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു പരാതി തന്നിരുന്നു എന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ പ്രതികളായിട്ടുള്ള ആളുകൾ വിളിച്ചെത്തിയ ആ സമയത്ത് പരാതിക്കാരിയോട് അവിടെ വരാൻ ആവശ്യപ്പെടുകയും അതാണ് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പ്രതികളെയും പരാതിക്കാരെയും ഒരുമിച്ച് വിളിച്ചു വരുത്തിയിട്ടാണ് നടപടി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുത്തെ IP-നെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കട്ടോ. കേസിന്റെ കാര്യങ്ങളൊന്നും പുറത്ത് നമുക്ക് അറിയത്തില്ല. സാധാരണ ഒരു പരാതി വരുമ്പോൾ പരാതിയുള്ള സത്യാവസ്ഥ അന്വേഷിക്കാനും നിയമ നടപടി എടുക്കാനല്ലേ ഇങ്ങനെ. ഞാൻ ഇവിടുത്തെ CSR-ന്റെ നമ്പർ തരാം. അതല്ല, ഞാനും ഒരു പോലീസുകാരിയല്ലേ. പറഞ്ഞോളൂ. സാധാരണ സ്റ്റേഷനിൽ പരാതി വരുന്നതും എങ്ങനെ നടപടി എടുക്കുന്നു എന്നുള്ളതൊക്കെ അറിയുന്ന ഒരാളല്ലേ മാഡം? ഒരു മിനിറ്റ്. ഒരു കോള് കേസിന്റെ ഡീറ്റെയിൽസ് അറിയാനാണെന്ന് അവർക്ക് ഞാൻ മറുപടി പറയണമെന്ന്. ഹലോ, കേസ് കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ CSR-ആണ്. നിങ്ങൾ പരാതിക്കാരിയുമായിട്ട് സംസാരിച്ച ഒരു കോൾ റെക്കോർഡ് എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. പ്രതികളെയും പരാതിക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് രജിസ്റ്റർ നോക്കിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞ റെക്കോർഡ് ഉണ്ട്. അല്ല, അതൊന്നും അറിയില്ല അതിന്റെ കാര്യങ്ങൾ. സാധാരണ സ്റ്റേഷനിൽ ഒരു പരാതി വരുമ്പോൾ ഇങ്ങനെ പ്രതികളെയും പരാതിക്കാരെയും വിളിച്ചു വരുത്തിയിട്ടാണോ നടപടി എടുക്കുക എന്നുള്ള ഞാൻ ചോദിച്ചു. അതല്ല, ഒരു പരാതി നമ്മൾ ചർച്ച, അതൊന്ന് എനിക്ക് പരാതി ഒന്നെങ്കിൽ ഞാൻ PR-ന്റെ നമ്പർ തരാം. ഇവിടുത്തെ സാധാരണ പോലീസുകാരൻ പോലും ഇല്ലാത്ത ഒരാളാണ്. സാറിന് അറിയാലോ അവിടെ എങ്ങനെയാണ് ഇവിടെ പെറ്റീഷൻ കഴിഞ്ഞത്. സാധാരണ ഒരു പരാതി CSR കയ്യിലാണ്. സാധാരണ എല്ലാ പരാതിയിലും ഈ രീതിയിലാണോ നടപടി എടുക്കാറുള്ളത്? ആ ഒരു പരാതി കൊണ്ട് തന്നാലോ PR വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പരാതിക്കാരി അല്ലെങ്കിൽ ഒരു പരാതിക്കാരൻ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പ്രഥമമായിട്ടുള്ള ഒരു വിവരത്തിൽ നിന്ന് അങ്ങനെ സംഭവം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധിച്ചിട്ട് FIR രേഖപ്പെടുത്തി നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകും. പിന്നെ പ്രതികളായിട്ടുള്ള ആളുകളെ കുറിച്ച് അന്വേഷിക്കുകയും അവർ ചോദ്യം ചെയ്യും, അവർക്ക് പറയാനുള്ള കേൾക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ശേഷം പറയുന്നത്. അതേ സമയത്ത് ഈ പ്രതിയും പരാതിക്കാരനെ ഒരുമിച്ച് വിളിച്ച് വരുത്തേണ്ട ഒരു സാഹചര്യം എന്താണ്? അതൊക്കെ വിളിച്ചത് ആരാണ്? സ്റ്റേഷനിൽ വിളിച്ചതാരാണ്? സ്റ്റേഷനിൽ വിളിച്ചതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ